ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാറ്റ് എന്ന വിഷയത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ പ്രോഗ്രാം. നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ഏലിയാമ്മ ബാബു. ആദ്യത്തെ ചോദ്യം ഇതാണ്: യോന തർശീശിലേക്ക് പോകുവാൻ കപ്പൽ കയറിയതിനാൽ യഹോവ സമുദ്രത്തിൽ അടുപ്പിച്ച കാറ്റ് ഏതായിരുന്നു? ഉത്തരം ഇതാണ്: പെരും കാറ്റ്. യോനയുടെ പ്രവചനം 1-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം: യഹോവയുടെ വഴി ഏതെല്ലാം കാറ്റുകളിലാണ് ഉള്ളത്? ഉത്തരം: ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലും. നഹും പ്രവചനം 1-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം: ഹബക്കുക്ക് പ്രവാചകനെ ചിതറിക്കേണ്ടതിന് ശത്രുക്കൾ ഏത് കാറ്റുപോലെ വരുന്നു എന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം: ചുഴലിക്കാറ്റ് പോലെ. ഹബക്കുക്കിന്റെ പ്രവചനം 3-ാം അധ്യായം 14-ാം വാക്യം. അടുത്ത ചോദ്യം: സെഖര്യാ പ്രവാചകന്റെ അരുളപ്പാടിൻ പ്രകാരം യഹോവ ജനങ്ങളെ എങ്ങനെയാണ് ചിതറിച്ചിരിക്കുന്നത്? ഉത്തരം: ആകാശത്തിലെ 4 കാറ്റ് പോലെ. സെഖര്യാവിന്റെ പ്രവചനം 2-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം: ഏത് കാറ്റ് ഭൂമിയിൽ വ്യാപിക്കുന്ന വഴി ഏതാണെന്നാണ് യഹോവ ഇയ്യോബിനോട് ചോദിച്ചത്? ഉത്തരം: കിഴക്കൻ കാറ്റ്. ഇയ്യോബിന്റെ പുസ്തകം 38-ാം അധ്യായം 24-ാം വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യഹോവയുടെ മുൻപാകെ പർവ്വതത്തിൽ ഏലിയാവ് നിന്നപ്പോൾ കടന്നുപോയ കാറ്റ് ഏതായിരുന്നു? ഉത്തരം: ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ്. 1 രാജാക്കന്മാർ 19-11. അടുത്ത ചോദ്യം: ദാനിയേൽ ദർശനത്തിൽ മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നതായി കണ്ട കാറ്റ് ഏതായിരുന്നു? ഉത്തരം: ആകാശത്തിലെ 4 കാറ്റ്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം: യഹോവ ഏത് കാറ്റയച്ചപ്പോഴാണ് യോനയുടെ തലയിൽ വെയിൽ കൊണ്ടത്? ഉത്തരം: അത്യുഷ്ണമായുള്ള ഒരു കിഴക്കൻ കാറ്റ്. യോനയുടെ പ്രവചനം 4-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം: കാറ്റ് വിതച്ചവർ കൊയ്തത് എന്താണ്? ഉത്തരം: ചുഴലിക്കാറ്റ്. ഹോശയുടെ പ്രവചനം 8-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏത് കാറ്റ് ഊതുമ്പോഴാണ് അത്യുഷ്ണം ഉണ്ടാകുന്നത്? ഉത്തരം: തെക്കൻ കാറ്റ്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 55-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: യേശുവും ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്തപ്പോൾ അടിച്ച കാറ്റ് ഏതായിരുന്നു? ഉത്തരം: ചുഴലിക്കാറ്റ്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 37-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: വടക്ക് നിന്ന് ഏത് കാറ്റ് വരുന്നതായിട്ടാണ് യെഹെസ്കേൽ കണ്ടത്? ഉത്തരം: കൊടുങ്കാറ്റ്. യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം 4-ാം വാക്യം. അടുത്ത ചോദ്യം: ചെങ്കടലിനെ വിഭാഗിക്കുവാൻ യഹോവ അയച്ച കാറ്റ് ഏതായിരുന്നു? ഉത്തരം: മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 21-ാം വാക്യം. അടുത്ത ചോദ്യം: യേശു കടലിന്മേൽ നടന്നു വന്നപ്പോൾ കടലിൽ അടിച്ച കാറ്റ് ഏതായിരുന്നു? ഉത്തരം: കൊടുങ്കാറ്റ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം: ഇയ്യോബിന്റെ മക്കൾ ഇരുന്ന വീടിന് അടിച്ച കാറ്റ് ഏതായിരുന്നു? ഉത്തരം: മരുഭൂമിയിൽ നിന്നും വന്ന ഒരു കൊടുങ്കാറ്റ്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം. അടുത്ത ചോദ്യം: പൗലോസും കൂടെയുള്ളവരും
കപ്പലിൽ യാത്ര ചെയ്തപ്പോൾ ആദ്യം അഭിമുഖീകരിച്ച കാറ്റ് എങ്ങനെയുള്ളതായിരുന്നു? ഉത്തരം പ്രതികൂലക്കാറ്റ്. അപ്പോസ്തല പ്രവൃത്തി 27 4 വാക്യം. അടുത്ത ചോദ്യം, സങ്കീർത്തനക്കാരൻ ദുഷ്ടന്മാരെ എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഉത്തരം കാറ്റ് പാറ്റുന്ന പതിരിനോട്. സങ്കീർത്തനം 1:4. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എഫയെ പൊക്കിക്കൊണ്ടുപോയ സ്ത്രീകളുടെ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം അവരുടെ ചിറകിൽ കാറ്റുണ്ടായിരുന്നു. സെഖര്യാവിന്റെ പ്രവചനം 5:9 വാക്യം. അടുത്ത ചോദ്യം, എങ്ങനെയുള്ള കാറ്റാണ് രബ്ബയുടെ അരമനകളെ ദഹിപ്പിച്ചു കളയുന്നത്? ഉത്തരം പിശറുള്ള നാളിലെ കൊടുങ്കാറ്റ്. ആമോസിന്റെ പ്രവചനം 1:14 വാക്യം. അടുത്ത ചോദ്യം, മിസ്രയീം ദേശത്ത് വെട്ടിക്കിളി വരുവാൻ യഹോവ അയച്ച കാറ്റ് ഏതായിരുന്നു? ഉത്തരം കിഴക്കൻ കാറ്റ്. പുറപ്പാട് പുസ്തകം 10:13. അടുത്ത ചോദ്യം, ഏത് കാറ്റാണ് കളത്തിൽ നിന്നും പതിർ പറപ്പിക്കുന്നത്? ഉത്തരം കൊടുങ്കാറ്റ്. ഹോശേയുടെ പ്രവചനം 13:3 വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏത് കാറ്റടിച്ചപ്പോഴായിരുന്നു പൗലോസ് യാത്ര ചെയ്ത കപ്പലുടമയ്ക്ക് തൻ്റെ താല്പര്യം സാധിച്ചു എന്ന് തോന്നിയത്? ഉത്തരം തെക്കൻ കാറ്റ് മന്ദമായി അടിച്ചപ്പോൾ. അപ്പോസ്തല പ്രവൃത്തി 27:13. അടുത്ത ചോദ്യം, ആരാണ് കൊടുങ്കാറ്റ് പറപ്പിക്കുന്ന പതിർ പോലെ ഉള്ളവർ? ഉത്തരം ദുഷ്ടന്മാർ. ഇയ്യോബിന്റെ പുസ്തകം 21:18 വാക്യം. അടുത്ത ചോദ്യം, യഹോവ മേഘങ്ങളെ തേരാക്കി എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? ഉത്തരം കാറ്റിൻ ചിറകിന്മേൽ. സങ്കീർത്തനം 104:3. അടുത്ത ചോദ്യം, അസ്ഥിയുടെ താഴ്വരയിലുള്ള നിഹതന്മാർ ജീവിക്കേണ്ടതിന് എന്ത് ചെയ്യാനാണ് യഹോവ യെഹസ്കേലിനോട് പറഞ്ഞത്? ഉത്തരം ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. യെഹസ്കേലിന്റെ പ്രവചനം 37:9 വാക്യം. അടുത്ത ചോദ്യം, ക്രേത്ത ദ്വീപിലെത്തുന്നതിന് മുൻപായി പൗലോസ് സഞ്ചരിച്ച കപ്പലിലടിച്ച കാറ്റ് ഏതായിരുന്നു? ഉത്തരം ഈശാനുമൂലൻ എന്ന കൊടുങ്കാറ്റ്. അപ്പോസ്തല പ്രവൃത്തി 27:14 വാക്യം. അടുത്ത ചോദ്യം, യഹോവ ഏത് കാറ്റിനെ ശാന്തമാക്കിയപ്പോഴാണ് തിരമാലകൾ അടങ്ങിയത്? ഉത്തരം കൊടുങ്കാറ്റിനെ. സങ്കീർത്തനം 107:29. അടുത്ത ചോദ്യം, യഹോവ കാറ്റിനെ എന്തു ചെയ്യുന്നു എന്നാണ് ഇയ്യോബ് പറഞ്ഞത്? ഉത്തരം കാറ്റിനെ തൂക്കി നോക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 28:25 വാക്യം. അടുത്ത ചോദ്യം, ഇസ്രയേലിയരെ അവർ അറിയാത്ത ജാതികളുടെ യഹോവ പാറ്റിക്കളഞ്ഞത് ഏത് കാറ്റുകൊണ്ടായിരുന്നു? ഉത്തരം ചുഴലിക്കാറ്റുകൊണ്ട്. സെഖര്യാവിന്റെ പ്രവചനം 7:14 വാക്യം. അടുത്ത ചോദ്യം, ഏത് കാറ്റടിക്കുമ്പോഴാണ് അത്തിവൃക്ഷത്തിൽ നിന്നും കായ ഉതിർന്നു വീഴുന്നത്? ഉത്തരം പെരുങ്കാറ്റ് കൊണ്ട്. വെളിപ്പാട് പുസ്തകം 8
13 വാക്യം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്: എഫ്രൈമിന്റെ ഉറവ് വറ്റി കിണർ ഉണങ്ങിപ്പോകുവാൻ തക്കവണ്ണം യഹോവ ഏത് കാറ്റിനെയാണ് അയക്കുന്നത്? ഉത്തരം: കിഴക്കൻ കാറ്റിനെ. ഹോശേയുടെ പ്രവചനം 13 അധ്യായം 15 വാക്യം. അടുത്ത ചോദ്യം: വെട്ടുക്കിളിയെ ചെങ്കടലിൽ ഇടുവാൻ യഹോവ അടുപ്പിച്ച കാറ്റ് ഏതായിരുന്നു? ഉത്തരം: മഹാശക്തിയുള്ള ഒരു പടിഞ്ഞാറൻ കാറ്റ്. പുറപ്പാട് പുസ്തകം 10 അധ്യായം 18 വാക്യം. അടുത്ത ചോദ്യം: യഹോവ ഇയ്യോബിനോട് സംസാരിച്ചത് ഏത് കാറ്റിൽ നിന്നായിരുന്നു? ഉത്തരം: ചുഴലിക്കാറ്റിൽ നിന്ന്. ഇയ്യോബിന്റെ പുസ്തകം 40 അധ്യായം 8 വാക്യം. അടുത്ത ചോദ്യം: യഹോവയായ കർത്താവ് കാഹളമൂതിക്കൊണ്ട് ഏത് കാറ്റിലാണ് വരുന്നത്? ഉത്തരം: തെക്കൻ ചുഴലിക്കാറ്റുകളിൽ. സഖറിയാവിന്റെ പ്രവചനം 9 അധ്യായം 14 വാക്യം. അടുത്ത ചോദ്യം: പൗലോസ് സഞ്ചരിച്ച കപ്പലിൽ ഏത് കാറ്റടിച്ചപ്പോഴാണ് ചരക്ക് പുറത്തു കളഞ്ഞത്? ഉത്തരം: കൊടുങ്കാറ്റ്. അപ്പോസ്തലപ്രവൃത്തി 27:18. അടുത്ത ചോദ്യം ഇതാണ്: ഏത് കാറ്റിൽ തന്നെ ലയിപ്പിച്ചു കളയുന്നു എന്നാണ് ഇയ്യോബ് പറഞ്ഞത്? ഉത്തരം: കൊടുങ്കാറ്റിൽ. ഇയ്യോബിന്റെ പുസ്തകം 30 അധ്യായം 22 വാക്യം. അടുത്ത ചോദ്യം: നാഥ നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാർ യേശുവിനെ ഉണർത്തിയത് ഏത് കാറ്റടിച്ചപ്പോഴായിരുന്നു? ഉത്തരം: ചുഴലിക്കാറ്റ്. ലൂക്കോസിന്റെ സുവിശേഷം 7 അധ്യായം 24 വാക്യം. അടുത്ത ചോദ്യം: ഏത് കാറ്റാണ് ദക്ഷിണ മണ്ഡലത്തിൽ നിന്ന് വരുന്നത്? ഉത്തരം: കൊടുങ്കാറ്റ്. ഇയ്യോബിന്റെ പുസ്തകം 37 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം: ആപത്ത് ഏത് കാറ്റ് പോലെ വരുമെന്നാണ് ശലോമോൻ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ചുഴലിക്കാറ്റ് പോലെ. സദൃശവാക്യം 1 അധ്യായം 27 വാക്യം. അടുത്ത ചോദ്യം: ഏത് കാറ്റ് കടന്നു പോകുമ്പോഴാണ് ദുഷ്ടൻ ഇല്ലാതെയാകുന്നത്? ഉത്തരം: ചുഴലിക്കാറ്റ്. സദൃശവാക്യം 10 അധ്യായം 25 വാക്യം. അടുത്ത ചോദ്യം: ഏത് കാറ്റാണ് മഴ കൊണ്ടുവരുന്നത്? ഉത്തരം: വടതിക്കാറ്റ്. സദൃശവാക്യം 25:23. അടുത്ത ചോദ്യം: അക്രോത്ത് തോട്ടത്തിൽ സുഗന്ധം വീശേണ്ടതിന് ഏതെല്ലാം കാറ്റുകളെയാണ് വിളിച്ചത്? ഉത്തരം: വടതിക്കാറ്റിനെയും തെന്നിക്കാറ്റിനെയും. ഉത്തമഗീതം 4:16. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏലിയാവ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയത് ഏത് കാറ്റിൽ ആയിരുന്നു? ഉത്തരം: ചുഴലിക്കാറ്റിൽ. 2 രാജാക്കന്മാർ 2 അധ്യായം 11 വാക്യം. അടുത്ത ചോദ്യം ഇതാണ്: പെന്തക്കോസ്ത് നാളിൽ 120 പേരടങ്ങുന്ന സംഘം ഇരുന്ന മുറിയിൽ ആകാശത്തു നിന്നും ഉണ്ടായ മുഴക്കം എന്തുപോലെ ആയിരുന്നു? ഉത്തരം: കൊടിയ കാറ്റടിക്കുന്നത് പോലെ. അപ്പോസ്തലപ്രവൃത്തി 2:2. അടുത്ത ചോദ്യം ഇതാണ്: അപ്പോസ്തലപ്രവൃത്തിയിൽ അവസാനമായി പറഞ്ഞിരിക്കുന്ന കാറ്റ് ഏതാണ്? ഉത്തരം ഇതാണ്: തെക്കൻ കാറ്റ്.
അപ്പോസ്തല പ്രവൃത്തി 28:13. കാറ്റിനെ കുറിച്ച് ദൈവവചനത്തിൽ നിന്ന് തയ്യാറാക്കി ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ദൈവവചന പഠനത്തിനായിട്ട് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.